ഭയങ്കര അസൂയ. ആത്മീക ലോകത്തുള്ളൊരു വലിയ ബാധ ഇതാ, അസൂയ. ഒരാളൊരു നല്ല വീട് വെക്കട്ടെ എന്നാൽ സന്തോഷിക്കുകയല്ല, പലർക്കും അസൂയ. ഇതെങ്ങനെ കിട്ടി, എങ്ങനെ ഒപ്പിച്ചു, മുറികളില്ലെന്നാണ് തോന്നുന്നത്, ചൂടായിരിക്കും, സന്തോഷിക്കത്തില്ല. ഒരാളൊരു നല്ല വണ്ടി മേടിച്ച് ആകാശു ദൈവമേ സൈക്കിൾ പോലും ഇല്ലാതെ നടന്നാൽ കിട്ടിയല്ലോ, സ്വന്തമല്ല, സെക്കൻഡ് ഹാൻഡാന്നാ തോന്നുന്നു, ടയർ തേഞ്ഞതാ അല്ലയോ, AC ഇല്ലെന്നാ. ഇതൊന്നും നല്ല മനസ്സോടെ ഭയങ്കര അസൂയ. നമ്മുടെ ഇടയിൽ തന്നെ ഒരു പെൺകുഞ്ഞിന് നല്ല കല്യാണം വന്ന് അമേരിക്കയെന്നോ കാനഡയെന്നോ ലണ്ടനെന്നോ നാട്ടിൽ ഇവിടെ ഉടനെ നല്ല കല്യാണം ഉടനെ നനച്ച് അസൂയക്കാരൻ, അമേരിക്കക്കാരന് ഒന്നും വിശ്വസിക്കാനോ ഞങ്ങൾക്ക് അതിനാ മാമ. അമേരിക്കക്കാർ ഒന്നും ഇപ്പം വിശ്വസിക്കാൻ, ഇവിടെ ഉള്ളവനെ വിശ്വസിക്കാവോ? ഒരുത്തനെയും മൂക്കിശ്വാസമുള്ള ഒരുത്തനെ പിന്നല്ലേ അമേരിക്ക, എല്ലാവരും കണക്കാ. നല്ലവരെവിടെ ചെന്നാലും നല്ലവരായിട്ട് ജീവിക്കും. അത് അമേരിക്കയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും കൊട്ടാരക്കാരിലാണെങ്കിലും എവിടെ ആണെങ്കിലും. അപ്പം ഇവർക്ക് എബ്രൈം ഗോത്രക്കാർക്ക് ഭയങ്കര അസൂയയാണ്. അസൂയ ഉള്ളത് കൊണ്ടാണ് 10,000 കിട്ടിയ ഞങ്ങൾ നിൽക്കുക, 1000 കിട്ടിയ നീ അങ്ങനെ വല്ല. ഈ എബ്രൈമിന് അസൂയ ഉണ്ടോ? ഒരു വാക്യം വായിച്ചേ മോളെ. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 13 വായിച്ചേ. യെശയ്യാവ് 11:13. ആ താള് മറിക്കുമ്പോൾ ഇടത് വശത്ത് മേളിൽ പഴയ ബൈബിളിൽ 11:13 പെട്ടെന്ന് വായിര്. എഫ്രൈമിന്റെ അസൂയ നീങ്ങിപ്പോകും. മതി മതി, ഒത്തിരി വായിക്കണ്ട. എബ്രൈമിന്റെ അസൂയ ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ അസൂയയും കോപവും വൈരാഗ്യബുദ്ധി, ഹോശേയ പ്രവചനത്തിൽ വാക്യമുണ്ട് പുഴുക്കുത്ത് പിടിച്ചിരിക്കുന്നെന്ന്. പുഴുക്കുത്ത് ഒത്തിരി പറയാനുണ്ട്, ആ ഭാഗത്തേക്ക് പോകുന്നതിന്. അപ്പോൾ നമ്മുടെ സംസാരം വളരെ ശ്രദ്ധിക്കണം. ഒരു ആത്മീകന്റെ വായിൽ നിന്ന് മറ്റുള്ളവർക്ക് ആത്മീകമായി പ്രയോജനം വരുന്ന വാക്കുകളാണ്. ഉപദേശത്തിൽ വിട്ടുവീഴ്ചയില്ല, പ്രമാണം പറയുന്നതിൽ വിട്ടുവീഴ്ചയൊന്നുമില്ല. ദൈവത്തിന് മഹത്വം. ആട്ടെ, നമുക്ക് മടങ്ങി വരാം, അല്ലെ പിന്നെ അങ്ങനെ അങ്ങ് പോകും. ദൈവത്തിന് മഹത്വം. ഇവര് ഇബ്താഖിനോട് പറഞ്ഞു നിന്നെ അകത്തിട്ട് ചുട്ടുകളയും. അപ്പൊ കൊരിന്ത്യരും കൃപയുണ്ട്, സാക്ഷ്യമുണ്ട്, വചനത്തിൽ തിട്ടമുണ്ട്, നല്ല പരിജ്ഞാനമുണ്ട്, ഒരു കൃപാവരത്തിലും കുറവില്ല. പക്ഷേ ഇവരോട് ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും തന്നെ ഞങ്ങളെ ക്ഷണിക്കാഞ്ഞത്, ഞാൻ മുമ്പേ പറഞ്ഞ പോയിന്റ്, ക്ഷണിച്ചാൽ പോകുമോ? ക്ഷണിച്ചാലൊന്നും പോകുക. അതിന് 5-ാം അധ്യായത്തിൻ്റെ 14 ഒന്നുകൂടെ വായിച്ചേ. ന്യായാധിപന്മാർ യോഗത്തിന് വിളിച്ച ഇവന്മാർ പോകുകയല്ല. കാരണം ന്യായാധിപന്മാർ 5:14 ഒന്നുകൂടെ വായിച്ചേ. എഫ്രൈമിൽ നിന്ന് അമാലേക്കിൽ എബ്രഹീമിന്റെ പേര് അമാലേക്കിൽ ഇറങ്ങി. അമാലേക്ക് ജഡത്തെ കാണിക്കുന്നതാ. ഇവന്റെ പേര് അമാലേക്കിൽ ഇറങ്ങി. ഇപ്പോൾ ആത്മീക ഈ സഭയിലാണെങ്കിലും മുഴുവൻ ജഡീക വിഷയങ്ങളാണ്. ജഡത്തിനെ പോഷിപ്പിക്കുന്ന, ജഡത്തെ ത്രസിപ്പിക്കുന്ന, ജഡത്തെ ഉന്മാദപ്പെടുത്തുന്ന, ജഡത്തിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കാട്ടിക്കൂട്ടുന്നത്. വേര് അമാലേക്കിൽ ഇറങ്ങിയാൽ പിന്നെ രക്ഷയില്ല. മാത്രമാണോ യുദ്ധത്തിന് വിളിച്ചാൽ ഇവർ വരികയല്ല. കാരണം ഒറ്റയൊരുത്തൻ്റെ കയ്യിൽ ആയുധമില്ല. മോളെ, ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 6 മുതലൊന്ന് വായിച്ചേ. അനാത്തിൻ പുത്രനാ ശങ്കരൻ നാളിൽ യാഗലും കാലത്തും പാതകൾ ശൂന്യമായി വഴിപോക്കർ വളഞ്ഞ വഴികളിൽ കൂടെ നടന്നു. ദബോരയാകുന്ന ഞാൻ എഴുന്നേക്കുന്നവരെ, ഇസ്രയേലി മാതാവായിട്ട് എഴുന്നേക്കുന്ന ആൾ വരെ നായകന്മാർ ഇസ്രയേലി അശേഷമില്ലവർ നൂതന ദേവന്മാരെ വരിച്ചു. ഗോപുരദ്വാരത്തെങ്കിൽ യുദ്ധം ഭവിച്ചു. അടുത്ത വാക്യം. ഇസ്രായേലിന്റെ 40,000 മധ്യേ പരിചയും കുന്തവും കണ്ടതേയില്ല. ആയുധമില്ല. അപ്പൊ പിന്നെ യുദ്ധത്തിന് വിളിച്ചാൽ വരുമോ? ഇസ്രായേലിന്റെ 40,000 മധ്യേ പരിചയും കുന്തവും കണ്ടത്.
അതിൽ സിംഹഭാഗം ആയുധമില്ലാത്തത് എബ്രഹാം ഗോത്രക്കാർക്കാണ്. എണ്ണമെടുത്തപ്പോൾ സംഖ്യാപുസ്തകം നിങ്ങൾ വായിച്ചാൽ അറിയാം. എണ്ണമെടുത്തപ്പോൾ എബ്രഹാം ഗോത്രത്തിൽ ആദ്യം എണ്ണമെടുത്തപ്പം 40,500 പേര്. 40,500. അതിൽ 40,000 ആയുധമില്ല. ആ വാക്യം ഒന്ന് വായിച്ചേ. സംഖ്യാപുസ്തകത്തിലുണ്ട്. ആദ്യം എണ്ണ എടുക്കുന്ന 1-ാം അധ്യായത്തിലില്ല നമ്മളെ എബ്രഹാമിനെ ആ കണ്ണികയിലുണ്ട്. എബ്രഹാം ഗോത്രത്തിൽ എണ്ണപ്പെട്ടവരെന്ന് വാക്യമുണ്ട്. 12-ാം വാക്യമാണോ? 1-ാം അധ്യായം സംഖ്യാപുസ്തകം 1-ാം അധ്യായത്തിലുണ്ടല്ലോ. ഞാൻ ഇന്ന് രാവിലെയും വായിച്ചതാ. റെഫറൻസ് അങ്ങ് മറന്നുപോയി. എബ്രഹാം ഗോത്രത്തെ പറ്റി ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ടോ? എഫ്രൈം ഗോത്രത്തിൽ എബ്രഹാം ഗോത്രത്തിൽ അമ്മീഹൂദിന്റെ മകൻ വായിച്ചോ? അമ്മീഹൂദിന്റെ മകൻ എലീശാമ. മനശ്ശെ ഗോത്രത്തിൽ അതിൻ്റെ കണ്ണിക തീരുന്നിടത്തുണ്ട് 40,500 എന്നാ. ഗാദിന്റെ സന്തതികളിൽ അത് ആ ദൈവരാശി വായിച്ച് ആരാന്ന് കൈ പൊക്കിക്ക്. ആരാന്ന്? എത്രാം വാക്യ ഭാഷ? 1:33 വായിക്കും. എഫ്രൈം ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 40,500 പേർ. 40,500. ഞാൻ ഇന്ന് രാവിലെ വായിച്ചാ. പിന്നെ നിങ്ങൾ എന്നെ കുഴയ്ക്കുന്ന കണ്ടപ്പം ഞാൻ കാരണം അവരുടെ നിമിത്തം മോശയ്ക്കും ദോഷം ഭവിച്ചെന്നുണ്ട്. പിന്നെ അപ്പൊ ആദ്യം എണ്ണ എടുത്തപ്പം 40,500 പേര്. ആയുധം എത്ര പേർക്കില്ല? 40,000 എണ്ണത്തിന് ആയുധമില്ല. പിന്നെ ഇച്ചിരി വെളിവും വെള്ളിയാഴ്ച ഉള്ളത് സ്തോത്രം. ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ചിലയിടത്ത് ചില പറഞ്ഞില്ലേ, നേരത്തെ എന്തില്ലേ സീറ്റ് കിട്ടുകയില്ല പാർക്കിങ്ങിന്. 3 സെക്ഷനായിട്ടാ വർഷിപ്പ് ഒക്കെ അഭിനന്ദിക്കുന്ന. നല്ലത്. എത്ര എണ്ണത്തിന് ആയുധമുണ്ട്? സ്തോത്രം. ഇനിയുണ്ട് ആയുധമില്ല. ശൗലിന്റെ കാലത്തും ആയുധമില്ല. വായിച്ചേ 13-ാം അധ്യായത്തിന്റെ 19. ശമൂവേലിന്റെ 1-ാം പുസ്തകം 13:19 മുതൽ വായിച്ചേ. എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു കൊല്ലനെ കാണുവാനില്ല. എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു ഒറ്റ കൊല്ലനെ കൊല്ലന്റെ പണി ആയുധം ഉണ്ടാക്കുക. ഇപ്പൊ ഒറ്റ കൊല്ലൻ ഇല്ല. പ്രാർത്ഥിക്കുന്നവരിപ്പോൾ ഇല്ലല്ലോ. പ്രാർത്ഥനയെ പറ്റി പ്രസംഗിക്കുന്നവരുണ്ട്, പ്രാർത്ഥനയുടെ പ്രബന്ധം അവതരിപ്പിക്കുന്നവരുണ്ട്, പ്രാർത്ഥനയെ പറ്റി പുസ്തകം എഴുതുന്നവർ ഉണ്ട്. കേട്ടിട്ടില്ലേ? പ്രാർത്ഥനയെ പറ്റി പുസ്തകം പ്രകാശനം ചെയ്യുന്നവരുണ്ട്. പ്രകാശനം കഴിഞ്ഞത് വിൽക്കാൻ നടക്കുന്ന ആൾക്കാരുണ്ട്. വിറ്റേച്ച് അതിൻ്റെ കമ്മീഷൻ മേടിക്കുന്ന ആൾക്കാരും പ്രാർത്ഥിക്കുന്നവരില്ല. പ്രാർത്ഥനാ സഹകാരികളുണ്ട്. പ്രാർത്ഥനയെ പറ്റി നന്നായിട്ട് പ്രസംഗിക്കും. പ്രാർത്ഥനയുടെ ഗ്രീക്ക്, ഹീബ്രു, അതിൻ്റെ മൂലഭാഷ കേട്ടിട്ടില്ലേ? നാം പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം? എങ്ങനെയും ഇരുന്ന് ഇച്ചിരി നേരം പ്രാർത്ഥിക്കടാ. എങ്ങനെയും ഇച്ചിരി നേരം ഒന്ന് ഇരിക്കേ. കസേരയിലോ തറയിലോ എങ്ങനെയും ഇച്ചിരി നേരം ഇരിക്കേ. വെറുതെ ഇങ്ങനെ അങ്ങ് പറയോ. അപ്പൊ ഈ ഒരൊറ്റ കൊല്ലനെ ഇപ്പൊ കാണാനില്ല. ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു കൊല്ലനെ വായിക്കേ. എബ്രായർ വാളോ കുന്തമോ തീർപ്പിക്കരുതെന്ന് ഫെലിസ്ത്യർ പറഞ്ഞു. അവര് കമ്മിറ്റി കൂടി ബില്ലും പാസാക്കി. അടുത്തത് ഇസ്രായേലിയർ തങ്ങളുടെ കൊഴുവ്, കലപ്പ, മഴു, മമ്മട്ടി എന്നിവ കാച്ചിപ്പാൻ ഫെലിസ്ത്യരുടെ അടുക്കൽ ചെല്ലേണ്ടി വന്നു. അടുത്ത വാക്യം. എന്നാൽ മൺവെട്ടി, കലപ്പ, മമ്മട്ടി, കലപ്പ, മുപ്പല്ലി, മഴു എന്നിവയ്ക്കായിട്ട് മുടിങ്കോൽ കൂർപ്പിപ്പാനും അവർ കരമുണ്ട്. അടുത്ത വാക്യം. ആകയാൽ യുദ്ധസമയത്ത് ശൗലിനോടും യോനാഥാനോടും കൂടെയുള്ള ജനത്തിൽ ഒരുത്തനും വാളും കുന്തവും ഉണ്ടായിരുന്നു. ആയുധമില്ലെന്ന് ഒരെണ്ണത്തിനും. ചുമ്മാ ഇങ്ങനെ പുറംപൂച്ച് നിൽക്കുന്ന ഒരെണ്ണത്തിന് ആയുധം. പേരും പ്രശസ്തിയൊക്കെ ഉണ്ട്.
പുള്ളി സ്റ്റേറ്റിലുണ്ട്, ജനറലിലുണ്ട്, ലോക്കലിലുണ്ട്, മേഖലയിലുണ്ട്. അല്ല, നമ്മുടെ ആയതുകൊണ്ട് പറയുന്നതിന് വിഷയമില്ലല്ലോ. അതൊക്കെ നല്ല കാര്യം. മാർഗം വേണ്ട, അവിടെ തന്നെ ഇരിക്കേ. കാശുണ്ട്, വീടുണ്ട്, എല്ലാം ഉണ്ട്, നല്ല കാര്യം. അതെ, ഇവിടെ ചോദ്യം ആയുധമുണ്ടോ? നമ്മുടെ ആയുധത്തെ പറ്റി എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 12 മുതൽ അതാ നമ്മുടെ ആയുധം, ദൈവമക്കളുടെ ആയുധം. നമ്മുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാ. അവയാ ഞങ്ങൾ സങ്കല്പങ്ങളും വിചാരങ്ങളും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന സകല ഉയർച്ചകളെയും വിചാരങ്ങളെ പിടിച്ചടക്കണം. എന്താ നമ്മുടെ ആയുധം? സത്യം നിങ്ങളുടെ അരയ്ക്ക് കെട്ടി, നീതി എന്ന കവചം ധരിച്ച്, സമാധാന സുവിശേഷം കാലിൽ ചെരുപ്പാക്കി, രക്ഷകയുടെ ശിരസ്ത്രം പേറി, ആത്മാവിന്റെ വാളെടുത്ത് സകല പ്രാർത്ഥനയാൽ യാതനയാൽ ഏറു നേരത്തും ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കണം. ഇതാണ് നമ്മുടെ ആയുധം. ഇപ്പൊ മണ്ണ് പറഞ്ഞ ഒറ്റ ഒരുത്തൻ്റെ ആയുധം. അപ്പൊ എബ്രയീം ഗോത്രക്കാരെ യുദ്ധത്തിന് വിളിച്ചാൽ ഇവർ പോകുകയല്ല. പിന്നെ ചുമ്മാ ഉടക്കുണ്ടാക്കാനാ ഈ പറയുന്ന എന്നാ വിളിക്കാഞ്ഞ്, എന്നാ ക്ഷണിക്കാഞ്ഞ്, എന്നാ പറഞ്ഞോട്ട് വരികയില്ല. വരാതിരിക്കാൻ 2 കാര്യമാ പ്രധാന കാര്യം. ഒത്തിരി ഉണ്ട്, 2 ഇപ്പം പറയത്തുള്ളൂ. 1, വേര് അമാലേക്കിൽ ഇറങ്ങി. 2, ഒറ്റ ഒരുത്തൻ്റെയും ആയുധമൊന്നുമില്ല. ഒന്നിൻ്റെ ദൈവത്തിന് മഹത്വം. ഈ യുദ്ധത്തിന് പോകുമ്പോൾ അതിന് പ്രമാണമുണ്ട്. യുദ്ധത്തിന് പോകുമ്പോൾ പ്രമാണമുണ്ട്. നിങ്ങളുടെ ആവർത്തന പുസ്തകം 20-ാം അധ്യായത്തിന്റെ 1 മുതൽ 1 വായിച്ചേ മോളെ. നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിട്ട് കുതിരകളെയും രഥങ്ങളെയും നിന്നിലും അധികം ജനത്തെയും കാണുമ്പോൾ പേടിക്കരുത് കേട്ടോ. മിസ്രയീം ദേശത്ത് ശ്രദ്ധിച്ചേ. നീ ശത്രുക്കളോട് പടയെടുക്കാൻ പോകുമ്പോൾ, യുദ്ധത്തിന് പോകുമ്പോൾ, ഒന്നുകൂടെ വായിര്. നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിട്ട്, ദൈവമക്കൾക്കുള്ള ദൂത, നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ പുറപ്പെടുമ്പോൾ കുതിരകളെയും രഥങ്ങളെയും നിന്നിലും അധികം ജനത്തെയും കാണുമ്പോൾ നീ പേടിക്കരുത്. മിസ്രയീം നിർത്ത്. എനിക്കൂടെ വിടവുതാ. നീ കുതിരയെയും രഥത്തെയും കാണുമ്പോൾ പേടിക്കരുത്. മോളെ, ഇനിയും ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 1 വായിച്ചേ. യേഹൂദ് മരിച്ച ശേഷം, ഇടം കയ്യാൻ യേഹൂദ് അങ്ങ് മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യും. അടുത്തത്, യഹോവ അവരെ ഹാസോരിൽ വാണ കനാന്യ രാജാവായ യാബീന് വിറ്റുകളഞ്ഞു. യഹോവ അവരെ ഹാസോരിൽ വാണ കനാന്യ രാജാവായ യാബീന് വിറ്റുകളഞ്ഞു. ഒരു നല്ല പ്രയോഗമല്ലല്ലോ. ദൈവം ഇവരെ വിറ്റു. ആരെ? ഇസ്രായേൽ മക്കളെ. അതിനെ വിറ്റത് അച്ഛൻ പറഞ്ഞു. ഞാൻ എൻ്റെ ശൈലി പറയാം. ദൈവം ഇവരെ വിൽക്കാൻ കാര്യം, ഇവരെ വെച്ചിട്ട് ദൈവത്തിന് വലിയ ലാഭമൊന്നും. ഉദാഹരണം, ജോസ് അല്ലേ, ഞങ്ങൾ ദീർഘവർഷമായിട്ട് പരിചയപ്പെട്ട, പിന്നെ പുള്ളിയെ പിടികൂടാം പാവത്താൻ. ഇപ്പം ബഹുമാനപ്പെട്ട ഡേവിഡ് പാസ്റ്റർക്ക് ഒരു കാറ് ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഈ ബഹുമാന്യ കർത്തൃദാസന് ഒരു കാറുണ്ട്. ഈ കാറ് അത്യാവശ്യത്തിന് മുമ്പ് കൂടെ നിൽക്കുകയും, ഇഞ്ചൻ പണി വരികയും, കൂടെ ഇതിന് പണി വരികയും, ബ്രേക്ക് ഡൗൺ ആകുകയും, സ്റ്റാർട്ട് ആകാതെയൊക്കെ ഇരിക്കുമ്പം ഒത്തിരി ജോലി ഇത് വർക്ക്ഷോപ്പിൽ കയറ്റി, പിന്നെ ഇത് കൂടെ പണിയാ. അതല്ലേ ഇസ്രായേൽ മക്കൾ പിന്നെയും അങ്ങനല്ലേ മോളെ? വായിച്ചേ 4-1. യഹൂദ് മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും 6-1 വായിച്ചേ മോളെ. ഇസ്രായേൽ മക്കൾ പിന്നെയും മതി. അപ്പൊ കൂടെ ഇഞ്ചൻ പണിയാ.
കൂടെ ബ്രേക്ക് ഡൗണാ. സ്വോത്ര കാഴ്ച കിട്ടുന്ന പൈസ മുഴുവൻ വർക്ക്ഷോപ്പിൽ. അപ്പൊ ഈ ബഹുമാന്യ കർത്തദാസനെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പറയും, ഡേവിഡ് മാസ്റ്ററെ ഇനി ഈ വണ്ടി വെച്ചോണ്ട് ഇരിക്കരുത്. അയ്യോ എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാണ്, ഞാൻ സെലക്ട് ചെയ്തെടുത്തത്. അതൊക്കെ സമ്മതിച്ചു. ഇനിയും വെച്ചോണ്ടിരുന്നാൽ നിങ്ങൾ കുത്തുപാള എടുക്കും. അപ്പോൾ പിന്നെ എന്നാ പോകാൻ വഴി? കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കുന്നല്ല, വിൽക്കണമെന്ന് എടുത്ത വിഷയത്തോട് ചേർത്താണ്. കിട്ടുന്ന വിലയ്ക്ക്. അയ്യോ ഇപ്പം വിറ്റ വില അതൊന്നും നോക്കണ്ടെന്ന് വിളിക്കും. അല്ല, ഇസ്രായേൽ മക്കളെ വിറ്റു. കാരണം ഇവന്മാര് പിന്നെയും നമ്മൾ പറയില്ല, കഴിഞ്ഞ വർഷവും പുള്ളി ഒരു വഴക്കുണ്ടാക്കിയതാ. ഉടനെ പഴയ ആൾക്ക് പറയാം, അതിൻ്റെ തലയെ കൊണ്ടോ ഇവനിതുപോലെ ഉണ്ടാക്കി. ഉടനെ പഴയ വിശ്വാസം, ഇവനെല്ലാ കൊല്ലവും ഇങ്ങനെ. അപ്പൊ ഇങ്ങനെ കൂടെ പ്രശ്നം ഉണ്ടാക്കിയപ്പം തമ്പുരാൻ പറഞ്ഞു, ഇനി ഇതിനെയെല്ലാം വെച്ചോണ്ടിരുന്നിട്ട് വലിയ കാര്യമില്ല, പിന്നെ എന്തോ ചെയ്യണം? വിൽക്കണം. വിറ്റു. ഇനി ഇസ്രായേൽ മക്കളെ വിറ്റത് അങ്ങനെയാണ്. അതിലും വിചിത്രം. ഡേവിഡ് മാസ്റ്റർ അന്നേ വിൽക്കുമ്പോൾ എന്നാ കിട്ടിയ വിലയ്ക്ക് ഉള്ളതാട്ടെ. പക്ഷെ ദൈവം വിറ്റത് അങ്ങനല്ല. അത് ബാക്കി ഇങ്ങനെ, നീ നിന്റെ ജനത്തെ വില വാങ്ങാതെ വിറ്റെന്ന. സങ്കീർത്തനം 46:12 45:12. ഞാൻ റബറിൻ്റെ സംഘം മറന്നു. 46:12 അത് എത്ര മാക്കിയ ഡേവിഡ് മാസ്റ്റേ? 44:12. ഒന്ന് വായിച്ചേ മോളെ. നിന്റെ ജനത്തെ വില വാങ്ങാതെ വിൽക്കുന്നു. മതി. നീ നിന്റെ ജനത്തെ, ഞാനോ മാസ്റ്ററോ കിട്ടുന്ന വില ഉള്ളതാട്ടെ. ദൈവം തമ്പുരാൻ പറഞ്ഞു, എനിക്ക് ഒന്നും വേണ്ട, ഇവനെയും എല്ലാം വെച്ചോണ്ടിരുന്ന. ദൈവം വിറ്റു. പേടിച്ച് ഭയത്തോടെ പറയട്ടെ, ദൈവം നമ്മളെ വിൽക്കാൻ ഇടവരുത്തരുത്. ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ദൈവത്തിന് പ്രയോജനമുള്ളവരാകണം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് പ്രയോജനമുള്ളവരാകണം. തീർന്നില്ല, ദൈവസഭയ്ക്ക് പ്രയോജനമുള്ളവരാകണം. ഒന്നെങ്കിൽ വാക്കുകൊണ്ടില്ലേ, പ്രവൃത്തി കൊണ്ടില്ലേ, സമ്പത്ത് കൊണ്ട് ഇല്ലേ, ശരീരം കൊണ്ട് ഇല്ലേ, കൂട്ടായ്മ ബന്ധം കൊണ്ട്, ഏതെങ്കിലുമൊക്കെ വിധത്തിൽ പ്രിയരെ, ഞാനും നിങ്ങളും ദൈവത്തിനും ദൈവത്തിന്റെ സഭയ്ക്കും പ്രയോജനമുള്ളവരാകണം. ദൈവത്തിന് അങ്ങനെ പ്രയോജനമില്ല, ദൈവം വിൽക്കും. ദൈവം വിൽക്കുന്നത് കിട്ടുന്ന വിലക്കല്ല, വില വേണ്ടെന്ന് പറയും. നീ കൊണ്ടുപോകും. ശത്രുവിന്റെ കൈ ദൈവം വിറ്റു. അങ്ങനെ വിറ്റു. ഇനി 4-ാം അധ്യായം വായിച്ചേ. ഞാനിതൊന്നും പറയാനല്ല വന്നത്, ഇതൊന്നും അല്ലായിരുന്നു എൻ്റെ വിഷയം. പക്ഷെ ഇങ്ങനെ വചനത്തിന്റെ ചുറ്റാകെ ഇങ്ങനെ കൊണ്ടുപോകുന്ന കുഴപ്പമില്ലല്ലോ. വായിച്ചേ മോളെ. യഹൂദ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ ഹസോരിൽ വാണ കനാന്യ രാജാവായ യാബീന് വിറ്റു. ഇവരെ കൊണ്ട് ദൈവം പൊറുതിമുട്ടി കേട്ടോ. പൊറുതിമുട്ടി. അതുകൊണ്ടാണ് 95-ാം സങ്കീർത്തനം 10-ാം വാക്യം ഒന്ന് വായിച്ചേ മോളെ. സങ്കീർത്തനം 95:10 അറിവുള്ള വാക്യമെങ്കിലും വായിച്ചോ. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനമെന്നും. ഇവരങ്ങ് എപ്പോഴും തെറ്റുക. ഈ സങ്കീർത്തനം 95:10 തെറ്റിപ്പോകുന്ന ഹൃദയമെന്ന. പക്ഷെ ഈ വാക്യം പൗലോസ് എബ്രായ ലേഖനത്തിൽ എടുത്തു പറഞ്ഞപ്പോൾ എപ്പോഴും തെറ്റിപ്പോകുക. 3:10 വായിച്ചേ മോളെ. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ എന്നും. 95-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ തെറ്റിപ്പോകുന്ന ഹൃദയമെന്ന. ഈ വാക്യം പൗലോസ് പുതിയ നിയമത്തിൽ എബ്രായ ലേഖനം 3:10 പറയുക, എപ്പോഴും തെറ്റിപ്പോവുക. അപ്പൊ അതുകൊണ്ട് ദൈവം ഇവരെ വിറ്റു. ഇനി അടുത്ത വാക്യം ന്യായാധിപന്മാരില്ല. ഹസോരിൽ വാണ അവന്റെ സേനാപതി ജാതികളുടെ ഹശോരത്തിൽ പാർത്തിരുന്ന സീസേരയായിരുന്നു. അവന് 900 ഇരുമ്പുരഥം
അവന് 900 ഇരുമ്പ് രഥം ഉണ്ടായിരുന്നു. പിന്നെ അവൻ ഇസ്രായേൽ മക്കളെ 20 സംവത്സരം കഠിനമായി ഞെരുക്കിയത് കൊണ്ട് ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അപ്പൊ 900 രഥം, ഇരുമ്പ് രഥം, ആ രഥത്തിൽ കെട്ടുന്ന കുതിര. അപ്പൊ പടയ്ക്ക് പോകുമ്പോൾ ദൈവം തമ്പുരാൻ ആവർത്തന പുസ്തകത്തിൽ പ്രമാണം കൊടുത്തു, അനവധി രഥങ്ങളെയും കുതിരകളെയും കണ്ട് നീ പേടിക്കരുത്. ഇവിടെ 900 ഇരുമ്പ് രഥമായിട്ട് സീസറെ വരിക, എല്ലാം പേടിച്ച് വിറച്ച്. ഇനി ആവർത്തന പുസ്തകം 20:1 മുതൽ വായിച്ചേ മോളെ, ഓടിച്ച് വായിച്ചോ. നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടിട്ട് കുതിരകളെയും രഥങ്ങളെയും നിന്നിലും അധികം ജനത്തെയും കാണുമ്പോൾ പേടിക്കരുത്. ദൈവത്തിന് കാരണം ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടിയാ. ആ ദൈവമാ നമ്മുടെ മുൻപേ ഉള്ളത്. യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ പേടിക്കരുത്, ഭ്രമിക്കരുത്. അടുത്ത വാക്യം വായിച്ചേ. മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെയുണ്ട്. അടുത്തത്, നിങ്ങൾ പടയേൽപ്പാൻ അടുക്കുമ്പോൾ പുരോഹിതൻ വന്ന് ജനത്തോട് സംസാരിച്ചു. ഈ പുരോഹിതൻ മരണം പടയെടുക്കാൻ പോകുമ്പം താഴെ വായിക്കുന്ന പ്രമാണിമാര് വരണം. പുരോഹിതനും മരണം, പ്രമാണിയും മരണം. 8-ാം വാക്യം വായിച്ചേ മോളെ, 20:8. പ്രമാണികൾ പിന്നെയും ജനത്തോട് പറയേണ്ടത്, ആർക്കെങ്കിലും ഭയവും അധൈര്യവും ഉണ്ടെങ്കിൽ അവൻ തന്റെ ഹൃദയം പോലെ സഹോദരന്റെ ഹൃദയവും ധൈര്യം കെടുത്താതിരിക്കേണ്ടതിന് വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. അപ്പൊ ഈ യുദ്ധത്തിന് പോകുമ്പം നമ്മൾ ആത്മീയ പോർക്കളത്തില്ല, ഈ ധൈര്യം കെടുത്തുന്നവന്മാരുണ്ട്. നമുക്കൊരു കൺവെൻഷൻ വെക്കും. ഓ, ആര് വരാന്? അപ്പൊ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം. എന്നാ നമുക്കൊരു 21 ദിവസം ഉപവാസ പ്രാർത്ഥന. ഓ, ഈ ചൂടും പിടിച്ച്. അപ്പൊ അതിലും ഒരു തീരുമാനം. എന്നാ നമുക്കൊരു മുടിരാത്രി പ്രാർത്ഥന. ഓ, ആരിരിക്കാം. അപ്പൊ അതിലും ഒരു തീരുമാനം. എന്നാ നമുക്ക് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു 3 ദിവസത്തെ പൊതുയോഗം. ഉടനെ ഓ, ഫണ്ടിലൊന്നുമില്ലെന്ന്. അപ്പൊ അതിലും ഒരു പുറകോട്ടൊന്ന് നോക്കി. നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഒന്നുകൂടെ വായിച്ച മോളെ 8-ാം വാക്യം. ഇതല്ലേ വചനത്തിൽ കൂടെ ആകുമ്പം വലിയ ശല്യമില്ലല്ലോ. പ്രമാണികൾ പിന്നെയും ജനത്തോട് പറയേണ്ടത്, പുരോഹിതൻ വന്ന് ജനത്തെ കാര്യമെല്ലാം പറഞ്ഞ് ധൈര്യപ്പെടുത്തണം. അതാ 2-ാം വാക്യത്തിൽ ഇല്ലേ മോളെ? 2-ാം വാക്യം 2 വായിച്ച. നിങ്ങൾ പടയേൽപ്പാൻ അടുക്കുമ്പോൾ പുരോഹിതൻ വന്ന് ജനത്തോട് സംസാരിച്ചു. അപ്പൊ ആദ്യം പുരോഹിതൻ പാസ്റ്റർ വരണം. പുരോഹിതൻ വന്ന് ജനത്തോട് സംസാരിച്ചു. പുരോഹിതൻ എന്തോ സംസാരിക്കണ്ടേ? ഇസ്രായേലേ കേൾക്ക, നിങ്ങൾ ഇന്ന് ശത്രുക്കളോട് പടയേൽപ്പാൻ അടുക്കുന്നു. പടയേൽക്കാൻ പോവുക. അധൈര്യപ്പെടരുത്. അപ്പൊ പാസ്റ്റർ പറയണം, അധൈര്യപ്പെടരുത്, പിന്നെ ഭ്രമിക്കരുത്, നടുങ്ങിപ്പോകരുത്, അവരെ കണ്ട് ഭ്രമിക്കുകയും അവരെ കണ്ട് നിങ്ങൾ ആൾക്കൂട്ടം ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കരുതെന്ന് പുൽപ്പിറ്റിൽ നിന്ന് പാസ്റ്റർ പറയണം. പാസ് ഇത് പറഞ്ഞു കഴിയുമ്പം സഭയിലെ പ്രമാണിമാരുണ്ട്. സെക്രട്ടറി, ട്രഷറർ, കമ്മിറ്റി, കൗൺസില്, ഹൈ കൗൺസില്. ഒന്നും അറിയാൻ മേല. ചിലപ്പറ്റി പറയുമോ, പുള്ളി ഞങ്ങളുടെ സഭയിലെ പ്രമാണി. നമ്മളതിന് പ്രമാണി എന്ന് പറയുന്നത് നെടുന്തൂണെന്നാ പറയുന്നത്. പുള്ളി ഞായറാഴ്ച വന്ന് നെടുന്തൂണിരിക്കും പോലെ ഇരിപ്പുണ്ട്. മിക്കവാറും ഇന്ന് എന്തെങ്കിലും നടക്കും. 9-നകം ജോർജ് കുട്ടിച്ചാൻ എന്നെ കൊണ്ടുപോകണേ. അപ്പൊ ഈ പുരോഹിതൻ വന്ന് ഈ കാര്യമെല്ലാം പറയണം. അടുത്തത് പ്രമാണി വരണം. പ്രമാണി വന്ന് പറയേണ്ട കാര്യമായി 8-ാം വാക്യം വായിര്. പ്രമാണികൾ പിന്നെയും ജനത്തോട് പറയേണ്ടത്, ആർക്കെങ്കിലും ഭയവും അധൈര്യവും ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഈ കൂട്ടത്തിൽ ഭയവും അധൈര്യവും ഉണ്ടെങ്കിൽ അവൻ തന്റെ ഹൃദയം പോലെ സഹോദരന്റെ ഹൃദയവും ധൈര്യം കെടുത്താതിരിക്കേണ്ടതിന്. അപ്പൊ ഇവൻ ധൈര്യം കെട്ടിരിക്കുക, ഇവൻ മറ്റുള്ളവന്റെ ഹൃദയം കൂടെ ധൈര്യം കെടുത്തിക്കളി.
ഇവൻ മറ്റുള്ളവൻ്റെ ധൈര്യവും കൂടെ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. നമ്മൾ ചോദിക്കില്ലേ എന്തുവാ എന്നാന്നോ ഒരു ഇത് വെച്ചുകൊണ്ടിരിക്കരുത് എത്രയും പെട്ടെന്ന് ധൈര്യം കെടുത്തുക. അവൻ രോഗശാന്തി വിശ്വസിച്ച് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. അന്നേരം ഈ നശിച്ചവൻ അങ്ങോട്ട് ചെന്ന് പറയുക ഇത് വെച്ചുകൊണ്ടിരിക്കരുത്, പിന്നെ എടുത്തോണ്ട് ഓടണോ? നീ കുഴഞ്ഞു കിടക്കാട് അവന് രോഗശാന്തിക്ക് നിൽക്കുന്നെങ്കിൽ അവനെ നിർത്തടാ. എന്നിട്ട് അവൻ പറഞ്ഞ പോയില്ലേ ഞങ്ങൾ കെട്ടി വലിച്ചോണ്ട്. ഉടനെ ഗുണപ്പെടാത്ത പിള്ളേരുണ്ട് പിള്ളേർ എടാ എടുക്കടാ എൻ്റെ വണ്ടിയെ. ഇങ്ങനെ വെച്ചോണ്ടിരുന്ന് വല്ലോ സംഭവിച്ച അയ്യോ ഇങ്ങനെ ധൈര്യം കെടുത്തുന്ന എത്ര എണ്ണം ഉണ്ടെന്നറിയാമോ? അതുകൊണ്ടാ പറഞ്ഞ പായവും വീരത്വവും ഉള്ളവനല്ല എല്ലാം വിട്ടുപോകാൻ പറഞ്ഞു. ദൈവത്തിന് മഹത്വം. അപ്പൊ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അതിന് പ്രമാണമുണ്ട്, ചുമ്മാ പോകാനൊക്കത്തില്ല. ദൈവത്തിന് മഹത്വം. പടയെടുക്കാൻ പോകുമ്പോൾ പ്രമാണമാ. അപ്പൊ ഇവര് ദൈവത്തിന്റെ സന്നിധിയിൽ ഇവര് അവിശ്വസ്തരായി. ഒരെണ്ണത്തിൻ്റെ ആയുധവുമില്ല, സംസാരം ഒട്ട് നല്ലതുമല്ല. ഞാൻ വേഗത്ത് നിർത്താം. കൊരിന്ത്യർക്കും ഇത് തന്നെ സംഭവിച്ചേ. കൃപയുണ്ട്, സാക്ഷ്യമുണ്ട്, വചനമുണ്ട്, പരിജ്ഞാനമുണ്ട്, ഒരു കൃപാവരത്തിലും കുറവുമില്ല. പക്ഷേ സംസാരം നല്ലതല്ല. ഈർഷ്യയും പകയും പിണക്കവും പക്ഷവും. ഞാൻ 1-ാം അധ്യായത്തിൽ നിന്നതേ ഉള്ളൂ. ഇനി 10-ലാണ് നമ്മൾ വായിച്ച്. ഇനി 2, 3 അങ്ങനെ കയറി ഇറങ്ങി വരാനാ ഉദ്ദേശിച്ചത്. ഞാൻ ഇനി 2, 3, 4, 5, 6, 7, 8, 9 പറയുന്നില്ല. ഇടത്ത അധ്യായത്തോടൊന്ന് കൂറ് പുലർത്താം. 10-ാം അധ്യായത്തിന്റെ 13 വായിച്ചത്. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവിടുന്ന് പോക്കുവഴി ഉണ്ടാക്കും. ഇന്ന് രാത്രി വേഗത്ത് നിർത്താം. എന്നെ കേൾക്കുന്ന പ്രിയരെ, പരീക്ഷയോട് കൂടെ പോക്കുവഴി ഉണ്ടാക്കുന്നൊരു ദൈവമുണ്ട്. ഇതിനു മുമ്പ് പൗലോസ് ചില മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഈ അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ പറയുക അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. 6-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ കിടക്കുന്നു ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചിരിക്കുന്നു. 11-ാം വാക്യത്തിലുണ്ട് ലോകാവസാനം വന്നെത്തിരിക്കുന്ന നമുക്കിത് ബുദ്ധിയുപദേശം. 12-ാം വാക്യത്തിലുണ്ട് ആകയാൽ താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളണം. അപ്പം മിക്കവരും പ്രസാദിച്ചില്ല, വീഴാതിരിക്കാൻ നോക്കണം. ഇത് ബുദ്ധിയുപദേശത്തിനാണ്, ഇത് ദൃഷ്ടാന്തമാണ്. ഇത് ആരുടെ കാര്യമാ? 10-1 മുതൽ പഠിക്കുമ്പോൾ സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. പിന്നെ എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും സ്നാനപ്പെട്ട് സമുദ്രത്തോടെ. പിന്നെ എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. അടുത്തത് എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു. 5 വാക്യത്തിനകത്ത് 5 പ്രാവശ്യം എല്ലാവരും എന്ന് പറഞ്ഞു. പക്ഷേ എല്ലാവരും ഇറങ്ങിത്തിരിച്ചെങ്കിലും ചിലരൊക്കെ ചില വിഷയത്തിൽ പാട്ടുപോയി. അവിടെ പ്രധാനമായിട്ട് 5 കാര്യം. 1 ദുർമോഹം, 2 വിഗ്രഹാരാധന, 3 പരസംഗം, 4 ദൈവത്തെ പരീക്ഷിച്ചു, 5 പിറുപിറുപ്പ്. ഞാൻ ആ ഭാഗം ഒന്നും എടുക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. ഈ ദൈവമക്കളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ദുർമോഹമകത്ത് കയറരുത്. വിശേഷിച്ച് PYPയിലെ കുഞ്ഞുങ്ങളോടും എല്ലാവരുടെ കൂടെ പറയുന്നത് ഈ ലോകം വല്ലാത്ത ലോകമാണ്. കണ്ണിന് ഇമ്പമുണ്ടാക്കുന്ന, കണ്ണിന് കൗതുകം വരുത്തുന്ന, ജഡത്തെ ത്രസിപ്പിക്കുന്ന, ഉന്മാദപ്പെടുത്തുന്ന, ഇക്കിളിപ്പെടുത്തുന്ന ധാരാളം വസ്തുവകകളുള്ള ലോകത്തില് എന്നെ കേൾക്കുന്ന പ്രിയരെ, ആവശ്യമില്ലാത്ത ദുർമോഹം നമ്മുടെ അകത്ത് കയറരുത്. ഈ മോഹമകത്ത് കയറിയാൽ വലിയ പ്രശ്നമാണ്. ഈ എത്ര കിട്ടിയിട്ട് മതി വരുന്നില്ലല്ലോ ആൾക്കാർക്ക്. എത്ര കിട്ടിയിട്ട് മതി വരുന്നില്ല. പൂന്താനം പണ്ട് പാടി അർത്ഥം എത്ര വളരെ ഉണ്ടാകിലും തൃപ്തിയാകാം മനുഷ്യൻ ഒരു കാലം 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിലും സഹസ്രം. എത്ര കിട്ടിയിട്ട് മതി വരുന്നില്ല. അപ്പോൾ ആവശ്യമില്ലാത്ത മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ വരുമ്പോൾ ദൈവകൃപയിൽ ശരണപ്പെട്ട് അതിനെ പിടിച്ചടക്കണം. ദൈവത്തിന് മഹത്വം. ആ ഭാഗമെല്ലാം വിടുക. എന്നിട്ട് 13-ാം വാക്യത്തിൽ പൗലോസ് പറയുക മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടില്ല. ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരികയില്ല.
നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒന്നും ദൈവം നിങ്ങൾക്ക് തരത്തില്ല. നിങ്ങളെ കൊണ്ട് വഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം നിങ്ങൾക്ക് തരത്തില്ല. പല ദൈവമക്കളും കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ സഹിക്കുമ്പോൾ പറയാറുണ്ട്, ദൈവമേ ഞാനിത് സഹിക്കുന്നല്ലോ, എന്തിനാ എനിക്കിത് വന്നത്? ഒരു കാര്യം എന്ത് രാത്രി പറയാം, ദൈവ പൈതലേ, നിനക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും നിന്റെ ദൈവം നിനക്ക് തരികയില്ല. ചില സഹോദരിമാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പാസ്റ്ററെ ഞാനായതുകൊണ്ടാണ് ഇതെല്ലാം സഹിച്ചിങ്ങനെ നിൽക്കുന്നത്. ചിലർ പറയുന്നത് എന്നോടും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പാസ്റ്ററെ ഞാനായതുകൊണ്ടാണ് ഇതെല്ലാം സഹിച്ചിങ്ങനെ നിൽക്കുന്നത്. അല്പം കൂടെ സാമർഥ്യമുള്ള ചില സഹോദരിമാർ പറയാറുണ്ട്, എൻ്റെ പാസ്റ്ററെ ഞാനായതുകൊണ്ടാണ് ഇതെല്ലാം സഹിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരുത്തി ആയതുകൊണ്ട് ഇതെല്ലാം സഹിച്ച് ഇപ്പം നല്ല പമ്മി ഇരിക്കുന്നത് ആരാന്നറിയാം, അടുത്ത് നോക്കണം. ഞാനായതുകൊണ്ട്. എന്നാലും ഈ ചള്ളും പള്ളും എല്ലാം കേട്ടാലും നമ്മൾ വണ്ടിയുടെ പുറകെ വെച്ച് ഉരുട്ടിയിടാതെ കൊണ്ട് നടക്കുകയല്ലേ. അല്ല, നിങ്ങളൊരു സ്വോത്രം പറ. കയറി ഇരിക്കടി, ഇച്ചിരി സ്പീഡ് വിടും, മുറുക്ക പിടിച്ചോണം, വളവുണ്ട്, ഇതെല്ലാം പറഞ്ഞാലും നമ്മൾ ഒരു സ്വോത്രം. ദൈവത്തിന് മഹത്വം. അല്ല, ഇനി അവർ സ്വോത്രം പറഞ്ഞില്ലേ, നിങ്ങളിനി സ്വോത്രം പറയണം. അവർ പറയുകയില്ല. ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ സഹോദരി, ഇതെല്ലാം സഹിപ്പാനും വഹിപ്പാനും ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള തന്മയത്വവും സമർപ്പണവും വിനയവും സഹിഷ്ണുതയും സിദ്ധതയും ഒക്കെ നിനക്കൊണ്ടെന്ന് ദൈവത്തിന് നിന്നെപ്പറ്റി നല്ല ഉറപ്പുള്ളത് കൊണ്ടാ ഇതിനെ നിന്റെ കൈ തന്നെ കൊണ്ട് തന്നത്. അപ്പുറത്തെ അവിടെ കൊടുത്തിരുന്ന അവള് ഇല്ല, ഒന്നും ഞാൻ പറയുന്നില്ല. എന്ന് ഇവരെല്ലാം ആ സ്ഥലത്ത് പോകേണ്ടതാ. ഏത് സ്ഥലമാ? നമ്മുടെ TV തോമസ് ഒക്കെ താമസിക്കുന്ന സ്ഥലപ്പേരെന്ന് മരിച്ചു പോയി. വത്സന അബ്രഹാമിൻ്റെ ഭാര്യയുടെ പെട്ടെന്ന് പറയാൻ മനസ്സിലാകാനാ സ്ഥലപ്പേര്. ഉറക്കെ പറ. കുഴിക്കാല. അതാ കുഴിക്കാല. മനസ്സിലായോ? ഇത് വേറെ ആരുടെ കയ്യിലാ ഇതിനെ കൊടുത്തിരുന്നെങ്കിൽ എന്നേ ഈ സ്വഭാവം ആന്നേലും എന്നും ഡ്രസ്സുമൊക്കെ കഴുകി കൊടുത്ത് തേച്ച് ഇറങ്ങി പക്ഷെ അവിടെ നിന്ന് ഇല്ലേ, എന്നാ ഇതുകൂടെ അങ്ങ് കുടിച്ചേച്ച്. നിങ്ങളൊരു കല്ലേലിയാ പറ. അതും കണക്കാ. പിന്നെ ഈ 9 ഇത്രയിലും ഒത്തല്ലോ വലിയ കാര്യം. അപ്പൊ നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം നമുക്ക് തരികയില്ല. ചില കഷ്ടങ്ങളും ശോധനകളും പ്രതികൂലങ്ങളും ഒക്കെ വരുമ്പോൾ ഓർക്കണം, ദൈവം നിന്നെ മറന്നിട്ടല്ല, ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടല്ല, ദൈവം അറിയാതിരിക്കുന്നതുമല്ല. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാ ദൈവം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. നമുക്കറിവുള്ള വാക്യമാവുന്ന വായിച്ച 28-27 യെശയ്യാ പ്രവചനം 28-27 അറിവുള്ള വാക്യമാ. വായിച്ചോ, എടുത്തവരൊക്കെ വായിച്ചോ, ആരാന്നേലും. കരിഞ്ജീരകം മെതിവണ്ടി കൊണ്ട് മെതിക്കുന്നില്ല. കരിഞ്ജീരകം മെതിവണ്ടി കൊണ്ട് മെതിക്കുന്നില്ല. പിന്നെ ജീരകത്തിന്മേൽ വണ്ടിയുടെ ചക്രം ഉരുട്ടുന്നതും ജീരകത്തിന്റെ മേൽ വണ്ടിയുടെ ചക്രം ഉരുട്ടുന്നതുമില്ല. കരിഞ്ജീരകത്തിന്റെ മേലും ജീരകത്തിന്റെ മേലും മെതിവണ്ടിയും കയറ്റത്തില്ല, വണ്ടിയുടെ ചക്രം കയറ്റി മെതിക്കത്തുമില്ല. എന്ന് പറഞ്ഞാൽ നിന്റെ അവസ്ഥ ദൈവത്തിനറിയാം, നിന്റെ ആയോ ദൈവത്തിനറിയാം, നിന്റെ സാഹചര്യം ദൈവത്തിനറിയാം. അതുകൊണ്ട് ജീരകത്തിന്റെ മേൽ മെതിവണ്ടിയും കരിഞ്ജീരകത്തിന്റെ മേൽ സ്വോത്രം ചക്രമൊന്നും കേറ്റത്തില്ല. പിന്നെ അടുത്ത വാക്യം കരിഞ്ജീരകം വടി കൊണ്ടും. അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ ഇവളുണ്ട്, ബാലശിക്ഷക്കത്തിലും കരിഞ്ജീരകം വടി കൊണ്ടും ജീരകം കോൽ കൊണ്ടും തല്ലിയെടുക്കുക. ജീരകം കോല് കൊണ്ട് തന്നെ. അപ്പൊ ചില തല്ലൊക്കെ വരും, അത് ദൈവം ഉപേക്ഷിച്ചതല്ല, സ്നേഹിക്കുന്നത് കൊണ്ടാ. ചില ശോധനകൾ വരും, ദൈവം മറന്നുപോയിട്ടല്ല, സ്നേഹിക്കുന്നത് കൊണ്ടാ. ചില രോഗങ്ങളൊക്കെ ഉണ്ട് ചിലർക്ക്, ദൈവം നിന്നെ ഉപേക്ഷിച്ചതല്ല,
ആമൻ അവിടുന്ന് സൗഖ്യമാക്കുവാൻ കഴിവുള്ളവനാ. ചില ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും നിന്ദകളും ഒക്കെ സഹിക്കുന്നവർ ഇതിനകത്തിരിപ്പുണ്ട്. ദൈവം നിന്നെ മറന്നിട്ടില്ല, ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും നമ്മുടെ ദൈവം നമുക്ക് തരികയില്ല. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഒന്നും ദൈവം നമുക്ക് ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല. ദൈവത്തിന് മഹത്വം. എല്ലാം ദൈവം നന്മയ്ക്കാണ് ചെയ്യുന്നത്. ഈ കഷ്ടതയുടെയും ശോധനയുടെയും പരിശോധനയുടെ നടുവിൽ കൂടി വിടുന്നത് നമ്മളെ പൊന്നുപോലെ പുറത്തിറക്കാനാ. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഒടുവിൽ പറയാ, നിർത്തുക. 9:10 നിർത്താം. എന്നാ അത് മതി. 9:10. ഇപ്പോൾ 9 ആയി. 10 മിനിറ്റിനകം നിർത്താം. നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരികയില്ല. പക്ഷെ ഒരു കാര്യം ഓർത്തോ, പരീക്ഷയോട് കൂടെ നമ്മുടെ ദൈവം നമുക്ക് പോക്ക് വഴി ഉണ്ടാക്കും. ദൈവത്തിന് അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു, പോക്ക് വഴി ഉണ്ടാക്കി. ദൈവത്തിന് മഹത്വം. പോക്ക് വഴി ഉണ്ടാക്കി. ആ പരീക്ഷയിൽ അബ്രഹാം വിജയിച്ചു. നമുക്ക് ആ ഭാഗം അറിയാവുന്നതുകൊണ്ട് വിവരിക്കുന്നില്ല. കർത്താവിനേക്കാൾ ഉപരി എന്തിനേലും സ്നേഹിച്ചാൽ അതിനെ ദൈവം ഒന്ന് പരിശോധിക്കും. ദൈവത്തിന് മഹത്വം. ആ പരിശോധനയിൽ അബ്രഹാം വിജയിച്ചു. ഉൽപ്പത്തി പുസ്തകം നമുക്കറിയാം 22. ഇസഹാക്കുമായി പോയി യാഗപീഠമെടുക്കി ഇസഹാക്കിനെ യാഗപീഠത്തിൽ കിടത്തി അബ്രഹാം കത്തിയെടുത്തു. അപ്പം ദൈവം വിളിച്ചു, അബ്രഹാമേ ബാലൻ്റെ മേൽ കൈവെക്കരുത്. അബ്രഹാമിടെ ഇസഹാക്കിനെ കൊന്നതായിട്ട് നമുക്കറിയാം, എഴുതിയിട്ടില്ല. പക്ഷേ ഈ വിഷയം ഇസഹാക്കിനെ യാഗം കഴിച്ചതായിട്ട് ദൈവം അംഗീകരിച്ചു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ഇസഹാക്കിനെ അർപ്പിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്, ഇസഹാക്കിനെ അർപ്പിച്ചു. ഒറ്റ വാക്കി പറഞ്ഞാൽ ഈ നെടലും പൊരുളും പഠിക്കുമ്പോൾ അബ്രഹാം പിതാവായ ദൈവത്തിന് നെടലായിട്ടും ഇസഹാക്ക് യേശുക്രിസ്തുവിന് നെടലായിട്ടും ഒക്കെ സാധാരണ പഠിപ്പിക്കുന്നത് പ്രതിരൂപ സ്വരൂപങ്ങൾ. വലിയ തെറ്റുമില്ല. അങ്ങനെ പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ചിന്തിക്കാം. 22-ാം അധ്യായത്തിൽ ഇസഹാക്ക് മരിച്ചു. എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് ഉയർത്ത ഇസഹാക്കുമായിട്ട് അബ്രഹാം ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അങ്ങനെ ഇസഹാക്കിനെ യാഗം അർപ്പിക്കുമ്പോൾ അബ്രഹാമിന്റെ ഹൃദയത്തിനകത്തെ വിശ്വാസം, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ എൻ്റെ ദൈവം വിശ്വസ്തൻ. അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവൻ എന്ന് പറഞ്ഞാൽ ഉയർത്തു. അപ്പൊ ഉയർത്തെഴുന്നേറ്റ ഇസഹാക്കുമായിട്ട് അബ്രഹാം ഇങ്ങോട്ട് പോരുന്നത്. ഇതിനകത്തൊരു ആത്മീയ പാഠം നിങ്ങൾക്കറിയാം. ഇത് യേശുവിൻ്റെ കാൽവറി മരണത്തിന് ഒരു നെടല. അങ്ങനെയെങ്കിൽ ഇതിനകത്ത് ഒരു ആത്മീയ പാഠം. 22-ൽ ഇസഹാക്ക് മരിച്ചു, അല്ലെ? ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. ഇസഹാക്കിന്റെ കല്യാണം ഏതധ്യായത്തിലാ? ഇസഹാക്ക് കല്യാണം കഴിച്ചോ? ഓൻ്റെ ഭാഷ ഞങ്ങളെ വിളിച്ചില്ല. ഞാൻ ഏതാ ഇസഹാക്കിന്റെ കല്യാണം? 24. അപ്പൊ 24-ൽ ഇസഹാക്കിന്റെ കല്യാണം, 23-ൽ സാറയുടെ മരണം, 22-ൽ ഇസഹാക്കിനെ ബലിയർപ്പിച്ചു. ഇങ്ങനെ അതിന്റെ ഓർഡർ അറിയാമല്ലോ. അപ്പൊ ഒരു ചിന്ത, ഇത് യേശുവിന്റെ കാൽവറി മരണത്തിന് നെടല. അങ്ങനെയെങ്കിൽ ഇസഹാക്കിനെ കൊന്ന് യാഗമായിട്ട് അർപ്പിച്ച് ഇസഹാക്ക് ഉയർത്ത ഇസഹാക്കുമായിട്ടാ അബ്രഹാം തിരിച്ചിങ്ങോട്ട് വരുന്നത്. എബ്രായ ലേഖനോട് ചേർത്ത് പഠിച്ചാൽ അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ കേട്ട ഒരു വാർത്ത, റിബേക്ക ജനിച്ചെന്ന. റിബേക്ക ആ 23-ാം അധ്യായത്തിൻ്റെ നേരെ മുകളിൽ ഒരു ചെറിയ കണ്ണികയുണ്ട്. ആ കണ്ണിക തുടങ്ങുന്നത് വായിച്ചേ മോളെ. അനന്തരം മിൽക്കായും നിന്റെ സഹോദരനായ സഹോദരനാകുന്ന നാഗോറിന് മക്കളെ പ്രസവിച്ചു വന്ന് അബ്രഹാമിന് വർത്തമാനം കിട്ടി. അപ്പൊ 22-ൽ ഇസഹാക്കിനെ യാഗം അർപ്പിച്ച്
ഇസഹാക്ക് എബ്രാഹിം കൊണ്ട് ചേർത്ത ഇസഹാക്ക് മരിച്ചു. മരിച്ച ഇസഹാക്കിനെ ഉയർപ്പിച്ചു. ഉയർത്ത ഇസഹാക്കുമായിട്ട് അബ്രഹാം ഇങ്ങോട്ട് വീട്ടിലോട്ട് വരിക. അപ്പൊ ഇങ്ങനെ വരുമ്പോ കേൾക്കുന്ന വാർത്ത അനന്തരം മിൽക്കായും നിന്റെ സഹോദരനായ നാഹോറിന് മക്കളെ പ്രസവിച്ചിരിക്കുന്നു എന്ന് അബ്രഹാമിന് വർത്തമാനം കിട്ടി. അടുത്തത് അവർ ആരെന്നാൽ ആദിജാതനായ ഊസ്, അവന്റെ അനിയൻ ബൂസ്, പിന്നെ അരാമിന്റെ പിതാവിനെ കെമുവേല്, കേശേദ്, ഹസോ, പിൽദാശ്, ഇദലാഹ്, ബെഥൂവേൽ, അടുത്തത് ബെഥൂവേൽ റിബേക്കയെ ജനിപ്പിച്ചു. മതി. ഉയർത്തെഴുന്നേറ്റ ഇസഹാക്കുമായിട്ട് അബ്രഹാം ഇങ്ങോട്ട് വരുമ്പോൾ കേൾക്കുന്ന വാർത്ത റിബേക്ക ജനിച്ചു. കാൽവരിയിൽ യേശുക്രിസ്തു മരിച്ചു. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. കേബാവിന് പ്രത്യക്ഷപ്പെട്ടു, മന്ത്രിവർക്ക് പ്രത്യക്ഷപ്പെട്ടു. പത്രോസിന് 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു. അങ്ങനല്ലേ? വായിച്ചേ മോളെ 15:1. നിർത്താം 5 മിനിറ്റ് ഉണ്ട്, നിർത്താം. ഏത് 15? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചേ. പെട്ടെന്ന്. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾക്ക് പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ട തിരുവെഴുത്തുകളും പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് കേബാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി. ആദ്യം ആർക്ക് പ്രത്യക്ഷപ്പെട്ടു? കേബാവിന്. പിന്നെ 12 പേര്. ആ 12 പേരിൽ ഒരാളാ കേബാവ്. അപ്പൊ പത്രോസിന് 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു. അതെന്തിനാ 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു? വെറുതെ ഇരിക്കുമല്ലോ അങ്ങനെ പ്രത്യക്ഷപ്പെട്ട. ഏതായാലും ഉയർത്ത സമയം കളയണ്ടെന്നാ കൂടെ 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടതിൽ 12 പേർക്ക്, അപ്പം 12 പേരൂടെ ഒന്ന് പ്രത്യക്ഷപ്പെട്ടു. പീറ്ററിന് സ്പെഷ്യൽ കേസായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. യേശു ഉയർത്തെഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പം പടകും വലയെടുത്തോണ്ട് പോയി മീൻ പിടിക്കുക. ഒന്നും കിട്ടിയില്ല. അവിടെ ഒരു പദം എഴുതുന്നുണ്ട്, പുലർച്ചെ യേശു പ്രത്യക്ഷപ്പെട്ടു. കുഞ്ഞുങ്ങളെ, ആ താഴത്തെ ഭാഗം നിങ്ങൾക്കറിയാണ്ട് വ്യാഖ്യാനിക്കുന്നില്ല, അറിയാമല്ലോ. അതിൻ്റെ കാരണം പുലർച്ചെ പ്രത്യക്ഷപ്പെടാൻ കാര്യം ഒരു പുലർച്ചയായി പുള്ളി തള്ളി പറഞ്ഞത് യേശുവിനെ. ഒരു വെളുപ്പിനെയാ തള്ളി പറഞ്ഞു. കാരണം കോഴി കൂവിയല്ലോ, സന്ധിക്കല്ലല്ലോ കോഴി കൂവുന്നേ. പുലർച്ചെ ഒന്ന് പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷതയിൽ ഏതാണ്ട് കാര്യത്തിനല്ല പരിഹാരം ഉണ്ടായി. ദൈവത്തിന് മഹത്വം. അപ്പൊ യേശുക്രിസ്തു തന്റെ അരുമ ശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടു. കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ശിഷ്യവൃന്ദങ്ങൾക്കെല്ലാം പ്രത്യക്ഷപ്പെട്ട് 40 ദിവസം ഇവരുടെ കൂടെ. ഒടുവിൽ ഇവരെ കൂട്ടിക്കൊണ്ട് ബഥാനിയോളം കൊണ്ടുപോയി അന്ത്യകൽപ്പന കൊടുത്ത് സ്വർഗത്തിലേക്ക് അവിടുന്ന് പോയി. കൃത്യം 10 ദിവസം പരിശുദ്ധാത്മാവ് വന്നു, സഭ ആരംഭിച്ചു. ഇസഹാക്ക് ഉയർത്തെഴുന്നേറ്റ് അബ്രഹാം ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അധികം താമസിക്കാതെ കേട്ട വാർത്ത റിബേക്ക അവിടെ ജനിച്ചു. കാൽവറിയിൽ യേശു മരിച്ചു, കല്ലറയിൽ അടക്കി 3-ാം ദിവസം ഉയർത്തു. അധികം താമസിക്കാതെ താൻ വിവാഹം ചെയ്യേണ്ട തൻ്റെ മണവാട്ടി ജനിച്ചു. ഒരു പാഠവും കൂടെ. 22-ാം അധ്യായത്തിൽ ഇസഹാക്കിന്റെ മരണം.
കല്യാണമോ 24-ൽ, 22-ൽ മരണവും 24-ൽ ഒറ്റ അധ്യായത്തിൻ്റെ വിടവേ ഉള്ളൂ. യേശു കാൽവറിയിൽ മരിച്ച് കല്ലറയിൽ അടക്കി 3-ാം ദിവസം ഉയർത്തു. അധികം താമസിക്കാതെ തിരുസഭയെ വേളി കഴിക്കും. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശ ഇന്ന് രാത്രി എല്ലാവരെയും ഭരിക്കട്ടെ. ഞാൻ ഭാഗ്യം പ്രസംഗിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. ഇതുവരെ ശാന്തമായിട്ട് എല്ലാവരും എന്നെ കേട്ടിരുന്നല്ലോ. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, പരീക്ഷയോടുകൂടെ പോക്കുവടിയുണ്ട്. ഒരാട്ടുകൊറ്റനെ ദൈവം കരുതി. ദൈവത്തിന് മഹത്വം. നിനക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. അവൻ പരീക്ഷയിൽ തോറ്റുപോകരുത്. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ഇസ്രായേൽ മക്കൾ ചെങ്കട തീരത്ത് വന്നു, വലിയ പരീക്ഷ. എന്നാൽ അർദ്ധരാത്രിയിൽ ഉഷ്ണക്കാറ്റടിപ്പിച്ച് ചെങ്കടലിനെ 2ആയിട്ട് വിഭാഗിച്ച് 7 കൈവഴികളാക്കി ചെതറി ചെരുപ്പ് നനയാതെ ദൈവം തമ്പുരാൻ ഇവരെ മറുകര കയറ്റി. യോശുവയുടെ പുസ്തകം പഠിക്കുമ്പോൾ യെരികോ കോട്ട ഇസ്രായേൽ മക്കൾ നിമിത്തം അടച്ച ഉറപ്പാക്കി എല്ലാ ക്രമീകരണം ചെയ്തു. എന്നാൽ ദൈവമക്കൾ ഒന്നിച്ച് ആർപ്പിട്ടപ്പോൾ അതിശക്തമായി അടച്ച് ഉറപ്പാക്കിയ യെരികോ മതിലിനെ ദൈവം തകർത്തു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, അബ്രഹാമിന് വേണ്ടി ദൈവം കരുതി വെച്ചു. ദൈവജനത്തിന് വേണ്ടി ചെങ്കടലിൽ ദൈവം പാരയൊരുക്കി. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി യെരികോ മതിലിനെ തകർത്തു. അങ്ങനെയെങ്കിൽ പരീക്ഷയോട് കൂടെ ദൈവം നമുക്ക് പോക്കുവടി ഉണ്ടാക്കും. ഇന്ന് രാത്രി ഏതേലും വിഷയത്തിൽ ഞരക്കത്തോടെ പാരത്തോടെ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവം നമുക്ക് പോക്കുവടി ഉണ്ടാക്കും. അല്പസമയം എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്താം.